ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്നൊരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പേരറ്റിൽ സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചത്. ഉത്സവം കണ്ടു മടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. മേഘന മുരളി അല്പസമയത്തിനകം ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. അതിനു മുമ്പ് മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകൾ. റമദാൻ 29 പൂർത്തിയാക്കിയാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകൾ പെരുന്നാൾ ആഘോഷിച്ചത്. ഒമാനിൽ നാളെയാണ് പെരുന്നാൾ. നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു മാസത്തെ വ്രതത്തിനൊടുവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ചിരിക്കുകയാണ്. UAE വിവിധ എമിറേറ്റുകളിലെ പള്ളികളിൽ നടന്ന ഈദ് നമസ്കാരങ്ങളിൽ UAE ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുത്തു. UAE ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകൾ നേർന്നു. പ്രാദേശിക സമയം 6:30 പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത്. UAE മലയാളികൾക്കായി 4 ഇടങ്ങളിൽ മലയാളത്തിൽ ഖുതുബയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഇമാം ഹുസൈൻ സലഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. നോമ്പിലൂടെ നേടിയെടുത്ത ജീവിത വിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിലും കൂടെ നിർത്തണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. ലഹരിക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്നും ലഹരി ഉപയോഗത്തിന് ശിക്ഷ കടുപ്പിക്കണമെന്നും അതിനായി സർക്കാർ തല ഇടപെടൽ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ലഹരിക്ക് മതമില്ല, അതിന് ജാതിയില്ല, അതിന് വർഗമില്ല. മയക്കുമരുന്നിൻ്റെ ദൂഷ്യം അത് മാനുഷികമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഓരോ രാജ്യത്തുമുള്ള രക്ഷിതാക്കളും അവിടെയുള്ള അധ്യാപകരും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടവും എല്ലാവരും കൂടെ ഒരു പ്രദേശത്ത് ഒന്നായി ഒരു കൂട്ടായ്മ ഈ വിഷയത്തിലുണ്ടാകണം. മക്കയിലെ ഹറം പള്ളിയിലും മദീനയിൽ പ്രവാചകന്റെ പള്ളിയിലും വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. മസ്ജിദുൽ ഹറം പള്ളിയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും നേതൃത്വം നൽകി. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും ഷെയ്ഖ് അബ്ദുള്ള അൽ ബുഐജാൻ നേതൃത്വം നൽകി. കുവൈറ്റിൽ പ്രാദേശിക സമയം രാവിലെ 5:56 പെരുന്നാൾ നമസ്കാരം നടന്നത്. രാജ്യത്തുടനീളം പള്ളികളിലും 57 ഈദ്ഗാഹുകളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഖത്തറിലും പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. അതേസമയം ഒമാനിൽ റമദാൻ 30 പൂർത്തിയാക്കി നാളെയാണ് പെരുന്നാൾ ആഘോഷിക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം അരുൺ പാറാട്ട്, 24 ദുബായ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പേരറ്റിൽ സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചത്. ഒരു ഉത്സവം കണ്ട് മടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘന, എങ്ങനെയാണ് ഈ അപകടം? എന്താണ് വിശദാംശങ്ങൾ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് മേഘന? റിജിത്ത്, അതിദാരുണമായ സംഭവമാണ് തിരുവനന്തപുരം വർക്കലയിൽ ഉണ്ടായിട്ടുള്ളത്. ഉത്സവം കണ്ടു മടങ്ങുകയായിരുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരു റിക്കവറി വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. അമ്മയും മകളും പേരറ്റിൽ സ്വദേശികളായിട്ടുള്ള രോഹിണി, അഖില എന്നിവരാണ് അമ്മയും മകളുമാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് നിരവധി പേർക്ക് ഈ അപകടത്തിൽ പരിക്കുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഒരു കൂട്ടം ആളുകളായി ഉത്സവം കണ്ടു മടങ്ങുകയായിരുന്നു. അതിലേക്ക് അമിത വേഗത്തിൽ വന്ന വാഹനം, റിക്കവറി വാഹനം ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരടക്കം ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഇതിൽ എത്ര പേർക്കാണ് കൃത്യമായി പരിക്കേറ്റത് എന്നുള്ള കണക്കുകളടക്കം വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കുമെന്ന് അറിയുന്നു. എന്തായാലും നിരവധി പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹന ഡ്രൈവർ, റിക്കവറി വാഹന ഡ്രൈവർ ഈ അപകടം നടന്നതിന് ശേഷം ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഇതിൽ എന്താണ് അപകട കാരണം, അതിൽ ഈ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ച് വരുന്നു. അതിൽ ഈ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ ഈ പരിക്കേറ്റവരൊക്കെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിൽ, വിവിധ സ്വകാര്യ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വർക്കലയിൽ നിന്നും കവല്ലൂർ ഭാഗത്തേക്ക് പോയ ഇടിച്ചു കയറിയത് ഈ വളരെ വേഗത്തിൽ വന്ന ഒരു വാഹനം ആൾക്കൂട്ടത്തിനിടയിലേക്ക്, റോഡ് സൈഡിലൂടെ നടന്നുപോയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരം. ശരി, 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെ അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ
വരും സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പേരറ്റിൽ സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഉത്സവം കണ്ടു മടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് അമിത വേഗത്തിലെത്തിയ ഒരു റിക്കവറി വാഹനം എത്തുകയായിരുന്നു. അത് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മക്കയിലും മദീനയിലും ഇന്ന് നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. രാജ്യത്തിന്റെ പല ഭാഗത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇന്നലെ ശവ്വാൽ മാസപ്പിറ കണ്ടതു മുതൽ ഹറം പള്ളികൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമാണ്. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇന്നലെ രാത്രി മുതൽ തന്നെ വിശ്വാസികൾ ഹറം പള്ളികളിലേക്ക് ഒഴുകി. ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഹറം പള്ളികളിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. മക്കയിലെ മസ്ജിദുൽ ഹറം പള്ളിയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. اللهم أنقذ المسجد الأقصى من عدوان المعتدين وكيد الصهاينة المحتلين اللهم اجعله شامخا عزيزا إلى يوم الدين اللهم انصر إخواننا المستضعفين في فلسطين وفي كل مكان. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അബ്ദുള്ള അൽ ബുഐജാൻ നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. സൗദിയിൽ 4000-ഓളം ഈദ്ഗാഹുകളിലും 16,000-ഓളം പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. സൗദിയിലെ പല ഭാഗത്തും വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ജിദ്ദ, റിയാദ്, ദമാം ഉൾപ്പെടെ 14 നഗരങ്ങളിൽ ഇന്ന് രാത്രി വെടിക്കെട്ടുണ്ടാകുമെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈത്തിൽ ഈദുൽ ഫിത്തർ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്യത്തുടനീളമുള്ള പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ പ്രഭാതത്തിൽ കുവൈറ്റിലെ വിശ്വാസി സമൂഹം പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു. പ്രാദേശിക സമയം രാവിലെ 5:56 പെരുന്നാൾ നമസ്കാരം നടന്നത്. രാജ്യത്തുടനീളം ആയിരക്കണക്കിന് പള്ളികളിലും 57 ഈദ്ഗാഹുകളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലും വിവിധ സ്ഥലങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ അബ്ബാസിയയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മദനി നേതൃത്വം നൽകി. സമൂഹത്തിൽ മതപരമായ ചിന്തകൾക്കപ്പുറം സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും വക്താക്കളാവുകയും അതോടൊപ്പം നിലവിൽ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന മയക്കുമരുന്ന് എന്ന വിപത്തിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മളെല്ലാവരും ഒരു സമൂഹമായി ജീവിക്കുന്നവരാണ്. ആ സമൂഹത്തിൽ വാങ്ങലും കൊടുക്കലും നടക്കണം. അങ്ങനെ പരസ്പര സൗഹാർദ്ദവും അതുപോലെ തന്നെ പരസ്പര ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ സമാധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷ. അതുകൊണ്ട് ആ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഹരി വിഭാടനം ചെയ്യണം. കാരണം അത് സമൂഹത്തെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതിനോടെല്ലാവരുടെയും സഹകരണം ആ വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ്. ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി സംഘടനകളും സ്ഥാപനങ്ങളും വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബങ്ങളുടെ ഒത്തുചേരലും വിവിധ സൗഹൃദ സംഗമങ്ങളും ഈദ് പ്രമാണിച്ചുള്ള അവധി ദിനങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കും. ജലീൻ ത്രപ്പയാർ, 24 കുവൈറ്റ്. പൗരന്മാർക്കും പ്രവാസികൾക്കും ഈദുൽ ഫിത്തർ ആശംസകൾ അറിയിച്ച് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ അഹമ്മദ്. എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ പെരുന്നാൾ അദ്ദേഹം ആശംസിച്ചു. അമീരി ദിവാൻ ഹിസൈൻ സമീർ, ക്രൗൺ പ്രിൻസ്, പ്രധാനമന്ത്രി എന്നിവർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. പുണ്യം പെയ്തിറങ്ങി ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മീയ ഉണർവിനൊടുവിൽ ഈദുൽ ഫിത്തർ വന്നെത്തിയതോടെ വിശ്വാസികൾ ആഘോഷത്തിലേക്ക് നീങ്ങി. ഈദുൽ ഫിത്തറിന്റെ പുണ്യത്തോടെ സൗദി ദമാമിലെ മലയാളി പ്രവാസികളും കുടുംബങ്ങളുമെല്ലാം ആഘോഷപൂർവ്വം പെരുന്നാളിനെ വരവേറ്റു. വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനകളിൽ മുഴുകിയ ഇരുവ് പകലുകളുടെയും ഒടുവിൽ റമദാൻ ദിനരാത്രങ്ങളിൽ പോയി മറഞ്ഞ് ശവ്വാൽ അമ്പിളിപ്പിറ കണ്ടതോടെ പ്രവാസി സമൂഹം ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. പെരുന്നാളിന്റെ പുലർച്ചെ പള്ളികളിലും ഈദ്ഗാഹുകളിലും സംഗമിച്ച് ഈദ് നമസ്കാര ശേഷം സന്തോഷത്തോടെയും ആത്മനിർവൃതിയോടെയും തക്ബീർ ധ്വനികളാൽ
ആഘോഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ദമാമിലെ ഒരു കൂട്ടം കുടുംബങ്ങൾ ഒന്നിച്ച് ഒരിടത്തു കൂടി പെരുന്നാൾ ആഘോഷം വ്യത്യസ്തമാക്കുകയായിരുന്നു. മൈലാഞ്ചിയിട്ടും കൈകൊട്ടിപ്പാടിയും മധുരം വിതരണം ചെയ്തും പെരുന്നാൾ സന്ദേശങ്ങൾ പരസ്പരം കൈമാറിയുമെല്ലാം ഇവർ ഒത്തുചേർന്നപ്പോൾ ഈദുൽ ഫിത്തർ കുടുംബങ്ങളുടെ സംഗമം കൂടിയായി മാറി. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും പരസ്പരം ആശ്ലേഷിച്ചും രുചിയൂറും വിഭവങ്ങൾ ഒരുക്കിയുമെല്ലാം പെരുന്നാളിനെ അവിസ്മരണീയമാക്കുകയായിരുന്നു ഈ കുടുംബങ്ങൾ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരാണ്, പല നാട്ടുകാരാണ്. എന്നാലും ഞങ്ങളെല്ലാം ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി ഈ നോമ്പിന് ശേഷമുള്ള പെരുന്നാളിൻ്റെ ഒരു ത്രില്ലിലാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടെ ഇന്ന് രാത്രി വെടിക്കെട്ടുണ്ട്. അത് കഴിഞ്ഞ് വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ 2-3 ദിവസത്തെ പരിപാടിയോടും കൂടെ ഞങ്ങൾ ആഘോഷം ഇങ്ങനെ തുടരുകയാണ്. നാട്ടിൽ കഴിയുന്ന കൂട്ടുകുടുംബങ്ങളെ ഓർക്കുമ്പോൾ അരികിലെത്താൻ കഴിയാത്ത വിഷമങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി ഇവർ പെരുന്നാളിനെ സന്തോഷ സമ്പന്നമാക്കുന്നു. ഈ പെരുന്നാൾ ദിനത്തിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടി ആഘോഷിച്ച് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി. വളരെ സന്തോഷം, മനസ്സിന് വളരെ സന്തോഷമുള്ളൂ. നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും മിസ് ചെയ്യുന്നുണ്ട്. പ്രവാസികളായ നമ്മൾ ഈ സൗദി അറേബ്യയിൽ വളരെ ഗംഭീരമായിട്ട് ഈ പെരുന്നാൾ ആഘോഷിക്കും. കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും അത്യുന്നത സന്ദേശങ്ങൾ പാരിലെങ്ങും വാരുവിതറി മറ്റൊരു ചെറിയ പെരുന്നാൾ സുദിനം കൂടി ആഘോഷങ്ങളിൽ കടന്നു പോവുകയാണ്. പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം മറ്റൊരു പുണ്യങ്ങളുടെ പൂക്കാലത്തിനായി. സുബൈറുദ്ദീനൂർ, 24 ദമാം. സൗദിയിലെ തായ്ഫിൽ മലയാളികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മസ്ജിദ് അൽ ബുർജിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തോടനുബന്ധിച്ച് മലയാളത്തിൽ ഖുതുബ നിർവഹിച്ചു. ജാലിയത്ത് മലയാള വിഭാഗത്തിലെ ഷാജിർ മൗലവിയാണ് ഖുതുബയ്ക്കും നമസ്കാരത്തിനും നേതൃത്വം നൽകിയത്. പെരുന്നാളായതോടെ ജിദ്ദയിലെ മഹബ്ബ ഗ്രാൻഡ് ഇഫ്താർ അവസാനിച്ചു. റമദാൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഓരോ ദിവസവും 100 കണക്കിന് ആളുകളാണ് ഇവിടെ നോമ്പ് തുറന്നത്. ജിദ്ദയിലെ റിസാല സ്റ്റഡി സർക്കിളിന്റെ ആസ്ഥാനത്താണ് നോമ്പുകാലത്ത് മാതൃകാപരമായ സൗജന്യ ഇഫ്താർ വിരുന്നുകൾ ഒരുക്കിയത്. റിസാല സ്റ്റഡി സർക്കിൾ ജിദ്ദ സിറ്റി ആസ്ഥാനത്താണ് റമദാൻ മുഴുവനും മഹബ്ബ ഗ്രാൻഡ് ഇഫ്താർ വിരുന്നൊരുക്കിയത്. നോമ്പ് തുടങ്ങി അവസാനിക്കുന്നതുവരെ സെന്ററിലെത്തുന്ന എല്ലാ അതിഥികൾക്കും നോമ്പ് തുറ തികച്ചും സൗജന്യം. ഓരോ ദിവസവും 400ഓളം പേരാണ് ഇവിടെ നോമ്പ് തുറക്കാനെത്തിയത്. അതായത് നോമ്പ് അവസാനിക്കുമ്പോഴേക്കും 10,000-ഓളം പേർ ഇവിടെ നോമ്പ് തുറന്നു. പ്രദേശത്തെ മലയാളികളായ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും ഏറെ ആശ്വാസമായിരുന്നു മഹബ്ബ ഗ്രാൻഡ് ഇഫ്താർ. തുടർച്ചയായ 2ാം വർഷമാണ് ഈ ഗ്രാൻഡ് ഇഫ്താർ ഒരുക്കുന്നത്. അൽഹംദുലില്ലാ 29 ദിവസം കൊണ്ട് ഏകദേശം 12,000-ഓളം വിശ്വാസികളെ നോമ്പ് തുറപ്പിക്കാൻ സാധിച്ചു എന്നത് വലിയ ഒരു നേട്ടമായി സംഘടന കാണുന്നു. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസി ഘടകമായ RSCയുടെ ആസ്ഥാനമായിട്ടാണ് മഹബ്ബ സ്ക്വയർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർത്തും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സൗജന്യമായിട്ടാണ് ഇത്രയും വിശ്വാസികൾക്ക് വിപുലമായ ഇഫ്താർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരും വിശിഷ്ട വ്യക്തികളും അതിഥികളായി ഇഫ്താറിനെത്തി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്റ്റുഡന്റ് ഇഫ്താർ, സംഘടനാ നേതാക്കൾക്കായി സ്നേഹസംഗമം, പ്രൊഫഷനുകളെ പങ്കെടുപ്പിച്ച് റമദാൻ ഈവ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. സമാപന ഇഫ്താർ സംഗമത്തിൽ RSC ഗ്ലോബൽ സെക്രട്ടറി സാദിഖ് ചാലിയാർ, അസൈനർ ബാഖവി, നൌഫൽ മുസ്ലിയാർ, ഖാജ സഖാഫി, സിദ്ദിഖ് മുസ്ലിയാർ, യാസിർ ഇന്ദിനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. പൊന്നാനിയിൽ ശവ്വാൽ പ്രദൃശ്യമായതോടെ നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. രാവിലെ സംസ്ഥാനത്തുടനീളം ഈദ്ഗാഹുകൾ നടക്കും. മനസ്സിനെയും ശരീരത്തിനെയും സ്ഫുടം ചെയ്തെടുത്ത ഒരു മാസക്കാലത്തിന് പര്യവസാനം. ശവ്വാൽ പിറ കണ്ടതോടെ നാളെ ചെറിയ പെരുന്നാളിന്റെ മധുരം. അൽഹംദുലില്ലാ ജല്ല ആഘോഷ പുതുമയുള്ള ഈദ് വന്നല്ലോ, ഈദ് വന്നല്ലോ. താന്നൂര്, കാപ്പാട്, പൊന്നാനി ഇവിടങ്ങളൊക്കെ മാസം ഉറപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിരുന്നൂട്ടാണ് ചെറിയ പെരുന്നാളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരു മാസം നീണ്ടുനിന്ന അനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനവും മറ്റ് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളും അതെല്ലാം കഴിഞ്ഞ് ഹൃദയശുദ്ധിയോടെ
ആണ് ഇപ്പോൾ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്ർ ആശംസകൾ നേരുകയാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കെട്ടുറപ്പിൻ്റെയും ഒരു ഈദുൽ ഫിത്റായിട്ട് നമ്മുടെ ഈ ഈദുൽ ഫിത്ർ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതുവസ്ത്രങ്ങളും മൈലാഞ്ചി ചോപ്പുമായി ചെറിയ പെരുന്നാളിന്റെ ആഘോഷത്തിലേക്ക് ഓരോ വിശ്വാസിയും കടന്നു. രാവിലെ ഈദ്ഗാഹുകൾ നടക്കും. പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും. മധുരിത മൃദുപുകളോതി സദാ മഹിമത്തിൻ തിരുതിക്കറിന്നലയാ തെക്കുവയിലിരുകരം നീട്ടിയത ശൗവാൽ തിരുപ്പിറ കണ്ടുവതാ ജമീലായി ഉദിത്തുള്ള കമരേ. 24 മലപ്പുറം. സാദിഖലി ശിഹാബ് തങ്ങൾക്ക് പാണക്കാട് വീട്ടിലെത്തി പെരുന്നാൾ ആശംസകൾ നേർന്ന് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ ലൂയിലോസ് മെത്രോപ്പൊലീത്ത. രാത്രി 9:30 മെത്രോപ്പൊലീത്ത പാണക്കാടെത്തിയത്. പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ വരവേറ്റു. വാർത്തകളിലേക്ക് വീണ്ടും. ഒമാനിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 3 മരണം. സൗദി ഒമാൻ അതിർത്തിയായ ബത്തയ്ക്ക് സമീപത്താണ് അപകടം. കണ്ണൂർ, കോഴിക്കോട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒമാനിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ട് 3 പേർ മരിച്ചത്. സൗദി ഒമാൻ അതിർത്തിയായ ബത്തയ്ക്ക് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികളും കോഴിക്കോട് കാപ്പാട് സ്വദേശികളും ചേർന്ന് ഒരു വാഹനത്തിൽ പുറപ്പെട്ടതായിരുന്നു. 4 മുതിർന്നവരും 4 കുട്ടികളുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിഹാബിന്റെ ഭാര്യ സഹല, ഇവരുടെ മകൾ 8 വയസ്സ് പ്രായമുള്ള ഫാത്തിമ ആലിയ, കൂത്തുപറമ്പ് സ്വദേശി മിസ്ഹബിന്റെ മകൻ 6 വയസ്സ് മാത്രം പ്രായമുള്ള ദഖ്വാൻ എന്നിവരാണ് മരിച്ചത്. അപകടം സംഭവിച്ച ഉടൻ 2 കുട്ടികളുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശി ഷിഹാബിന്റെ ഭാര്യ സഹലയും മരിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ബത്ത ജനറൽ ആശുപത്രിയിലാണുള്ളത്. ബാക്കിയുള്ള 5 പേരിൽ 4 പേർ ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാൾ ഹുഫൂഫ് കിങ് ഫഹദ് ആശുപത്രിയിലും ചികിത്സയിൽ തുടരുകയാണ്. ഇവർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. പ്രവാസി സംഘടനയായ റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ ഭാരവാഹികളാണ് ഷിഹാബും മിസ്ഹബും. മരണപ്പെട്ട 3 പേരുടെയും മൃതദേഹങ്ങൾ അൽഹസയിൽ തന്നെ ഖബറടക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. തുടർ നടപടിക്രമങ്ങൾക്കും മറ്റ് സഹായങ്ങൾക്കുമായെല്ലാം അൽഹസയിലെ ICF RSC പ്രവർത്തകർ രംഗത്തുണ്ട്. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഈദ് അൽ ഫിത്തർ അവധിയോടനുബന്ധിച്ച് മാർച്ച് 30 മുതൽ ഏപ്രിൽ 1 വരെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള 1640 വിമാനങ്ങളിലായി 1,88,480 യാത്രക്കാർ സഞ്ചരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ദുബായ്, കെയ്റോ, ജിദ്ദ, ദോഹ, ഇസ്താംബുൾ എന്നിവയാണ്. ഈ ദിവസങ്ങളിൽ യാത്രക്കാർ വിമാന യാത്രയ്ക്ക് നേരത്തെ വിമാനത്താവളത്തിലെത്തണം. പാസ്പോർട്ടും ആവശ്യമുള്ള ഓൺലൈൻ ടിക്കറ്റുകളും ഹോട്ടൽ റിസർവേഷനുകളും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള എൻട്രി വീസകളും ഉൾപ്പെടെ ആവശ്യമായ എല്ലാ രേഖകളും ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും DGCA മുന്നറിയിപ്പ് നൽകി. സൗദിയിലെ ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മക്ക കമ്മിറ്റി ഇഫ്താർ സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. ഗ്ലോബൽ ചെയർമാൻ ഷറഫുദ്ദീൻ ബാഖഫി ചുങ്കപ്പാറ ഉദ്ഘാടനം ചെയ്തു. മക്ക കമ്മിറ്റി പ്രസിഡന്റ് ബിലാൽ മൗലവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MEM അഷ്റഫ് മൗലവി ഈരാറ്റുപേട്ട മുഖ്യപ്രഭാഷണം നടത്തി. നൌഷാദ് പെരിന്തല്ലൂർ, നൈസൽ പത്തനംതിട്ട, അലി ഖാൻ, ഷമീം നരിക്കുനി എന്നിവർ സംസാരിച്ചു. സിബ്ഗത്തുള്ള തങ്ങൾ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. സലീം കണ്ണനാകുഴി സ്വാഗതവും നിസാർ നിലമേൽ നന്ദിയും പറഞ്ഞു. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ സൗത്ത് മക്ലീൻ ക്ഷേത്രത്തിലെ ചൈത്ര നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മലയാളികളടക്കം 100 കണക്കിന് വിശ്വാസികളാണ് ആരാധനയ്ക്കും പൂജകൾക്കുമായി സൗത്ത് മക്ലീനിലെത്തുന്നത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ഏപ്രിൽ 7 അവസാനിക്കും. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. കൊച്ചിയിൽ ലുലു മാളിന്റെ 12ാം വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് സാഹിത്യകാരൻ MK സാനു. ലുലു ഇന്ത്യ മീഡിയ ഹെഡ് NB സുരാജ്, ലുലു ഗ്രൂപ്പ് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ സാദിഖ് ഖാസിം, ലുലു മോൾസ് ഇന്ത്യ ഡയറക്ടർ ഷിബു ഫിലിപ്പ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ലുലു ഗ്രൂപ്പ് ഇന്ത്യ CEO ആൻഡ് ഡയറക്ടർ MA നിഷാദ് പൊന്നാടയണിയിച്ചു. വിദഗ്ധമായും ആകർഷകമായും ലോകമൊട്ടാകെ ലുലു ശൃംഖല നടത്തിക്കൊണ്ടുപോകുന്നത് MA യൂസഫലിയുടെ പ്രവർത്തന രീതിയുടെ മികവാണെന്ന് MK സാനു പറഞ്ഞു. ലോകപ്രശസ്തമായ ഈ സ്ഥാപനം ഏറ്റവും വിദഗ്ധമായി നടത്തിക്കൊണ്ടുപോകുന്ന യൂസഫ് അലി സാഹിബ് ലോകം മുഴുവൻ പ്രശസ്തനാണ്. ഒരു രാജ്യത്തിൻ്റെ രക്തനാഡി എന്ന് പറയാവുന്നത്
വാണിജ്യമാണ്. ആ വാണിജ്യ ലോകത്ത് അദ്ദേഹം അതുല്യനായ പ്രഗത്ഭനായി ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സാമർഥ്യം ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്രയും വിദഗ്ധമായും ആകർഷകമായും നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. ഇതിന് പ്രയോജനം കിട്ടുന്നത് ജീവനക്കാർ മാത്രമല്ല, ജീവനക്കാർക്ക് കിട്ടുന്നു, അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്നു, രാജ്യത്തിന് മുഴുവൻ കിട്ടുന്നു. അങ്ങനെ ഒരു തരത്തിൽ അദ്ദേഹം ലോകസേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രക്തനാടി എന്ന് പറഞ്ഞത് ഒരു കവിയുടെ പ്രയോഗമാണ്. ധനരക്തനാടി എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. ഐ ലീഗ് ഫുട്ബോളിൽ ജയത്തോടെ കിരീട പ്രതീക്ഷ നിലനിർത്തി ഗോകുലം കേരള FC. എതിരില്ലാത്ത ഒരു ഗോളിന് ശ്രീനിധി ഡക്കാനെയാണ് ഗോകുലം തോൽപ്പിച്ചത്. 15-ാം മിനിറ്റിൽ തബീസോ ബ്രൗണാണ് ഗോൾ നേടിയത്. ജയത്തോടെ ഗോകുലം ലീഗിൽ 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അവസാന റൗണ്ട് മത്സരത്തിൽ ജയിക്കുന്നതിനൊപ്പം ചർച്ചിൽ ബ്രദേഴ്സും ഇന്റർകാശിയും പോയിന്റ് നഷ്ടപ്പെടുത്തുകയും കൂടി ചെയ്താൽ ഗോകുലത്തിന് ചാമ്പ്യന്മാരാകാം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം, ഗുഡ് നൈറ്റ്.